1999 കാലഘട്ടം. ആറാം തമ്പുരാന്റെ വലിയ വിജയത്തിന് ശേഷം സംവിധായകൻ ഷാജി കൈലാസും തിരക്കഥാകൃത്ത് രഞ്ജിത്തും വീണ്ടും ഒരു മോഹൻലാൽ ചിത്രത്തിന്റെ പണിപ്പുരയിലാണ്. ആറാം തമ്പുരാന് ശേഷം മമ്മൂട്ടിയെ വെച്ച് ദി ട്രൂത്ത്, സുരേഷ് ഗോപിയുടെ FIR എന്നീ തുടർ ഹിറ്റുകൾക്ക് ശേഷം ഷാജി കൈലാസ് ഒരുക്കുന്ന സിനിമ പൂവള്ളി ഇന്ദുചൂടൻ എന്ന പൗരുഷ കഥാപാത്രത്തിനെയാണ് നരസിംഹത്തിൽ മോഹൻലാലിനായി ഒരുക്കി വച്ചിരിക്കുന്നത്. പ്രേക്ഷകർക്ക് സർപ്രൈസ് ഗിഫ്റ്റായി മമ്മൂട്ടിയുടെ അതിഥി വേഷവും. ഒരു സിറ്റിംഗിന് ലക്ഷങ്ങൾ വാങ്ങുന്ന സുപ്രീം കോടതി വക്കീൽ നന്ദഗോപാൽ മാരാർ. മമ്മൂട്ടിയുടെ ഫോട്ടോ മാഗസീനിൽ കാണുന്ന സീനിൽ പശ്ചാത്തല സംഗീതം മുതൽ ചെമ്പെടുക്കാൻ പറഞ്ഞ് കോടതി മുറ്റത്തു നിന്നും മാരാർ തിരിച്ചു പോകുന്നത് വരെയുള്ള സീനിൽ കണ്ടത് മമ്മൂട്ടി ഷോ ആയിരുന്നു. അന്ന് ആ സെറ്റിൽ വെച്ച് മമ്മൂട്ടി രഞ്ജിത്തിനോടും ഷാജി കൈലാസിനോടും പറഞ്ഞു, തനിക്ക് വേണ്ടിയും ഇങ്ങനെയൊരു മാസ് ആക്ഷൻ തിരക്കഥ എഴുതാൻ. അതായിരുന്നു അറക്കൽ മാധവനുണ്ണിയായി മമ്മൂട്ടി നിറഞ്ഞാടിയ വല്യേട്ടൻ. വർഷം 24 പിന്നിട്ടിരിക്കുന്നു. ദാ അതേ വല്യേട്ടൻ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുകയാണ്. കാണാം. ടേക്ക് വല്യേട്ടൻ എന്ന സൂപ്പർ ഹിറ്റ് വിജയം നേടി. പിന്നീട് മലയാളിയുടെ മിനി സ്ക്രീൻ സിനിമാ സംപ്രേഷണ ചരിത്രത്തിൽ തന്നെ റിപ്പീറ്റ് കാഴ്ച സൃഷ്ടിച്ച മറ്റൊരു മലയാള സിനിമയുമില്ല. അത്രത്തോളം പ്രേക്ഷക സ്വീകാര്യത ഓരോ റിപ്പീറ്റ് വാച്ചിങ്ങിലും വല്യേട്ടനുണ്ട്. ഇപ്പോൾ മമ്മൂട്ടി മലയാള സിനിമയുടെ തന്നെ വല്യേട്ടനായി മാറിയ വല്യേട്ടനാണ് റിലീസ് ആകുന്നത്. 4K ഡോൾബി അറ്റ്മോസ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ചിത്രത്തിന്റെ പുതിയ ഡിജിറ്റൽ വെർഷൻ മാറ്റിനി നൗ ആണ് തിയേറ്ററുകളിൽ എത്തിക്കുന്നത്. നരസിംഹത്തിൽ തിരക്കഥാകൃത്ത് രഞ്ജിത്തും സംവിധായകൻ ഷാജി കൈലാസും ചേർന്ന് മോഹൻലാലിന് നൽകിയ ബോക്സ് ഓഫീസ് വിജയം വല്യേട്ടനിലൂടെ മമ്മൂട്ടിക്കും സമ്മാനിച്ചു. ജനുവരിയിൽ നരസിംഹവും സെപ്റ്റംബറിൽ വല്യേട്ടനും എത്തി ആ വർഷത്തെ ഏറ്റവും കളക്ഷൻ നേടിയ ചിത്രമായി മാറിയിരുന്നു. നരസിംഹത്തിലെ മമ്മൂട്ടിയുടെ അതിഥിവേഷം പോലെ വല്യേട്ടനിൽ മോഹൻലാലിനും അതിഥിവേഷം ഒരുക്കിയിരുന്നു. അതിന്റെ കഥ ഏതാണ്ട് ഇങ്ങനെയാണ്. എല്ലാവരുടെയും പ്രത്യേക താല്പര്യപ്രകാരമായിരുന്നു മാരാർ എന്ന കഥാപാത്രമായി മമ്മൂട്ടി നരസിംഹത്തിലെത്തിയത്. ആ സിനിമയുടെ ചിത്രീകരണ വേളയിൽ തന്നെ വല്യേട്ടൻ എന്ന പ്രോജക്റ്റും ഓണായി. നരസിംഹത്തിൽ മമ്മൂട്ടിയെ കൊണ്ടുവന്നതുപോലെ വല്യേട്ടനിൽ മോഹൻലാലിനെ കൊണ്ടുവരുവാനും ശ്രമം നടന്നിരുന്നു. മോഹൻലാൽ ആവേശപൂർവ്വം അതിനോട് പ്രതികരിക്കുകയും ചെയ്തു. അതോടെ മമ്മൂട്ടിയും പ്രതീക്ഷിച്ചു. പക്ഷെ വല്യേട്ടന്റെ ചിത്രീകരണ സമയത്ത് മോഹൻലാൽ ഊട്ടിയിൽ മറ്റൊരു സിനിമയുടെ തിരക്കിലായി. പിന്നാലെ ദുബായ് പ്രോഗ്രാം ഷെഡ്യൂളിലും ഡേറ്റുകൾ തമ്മിൽ പ്രശ്നം വന്നതോടെയാണ് മോഹൻലാലിന് വല്യേട്ടനിൽ ഭാഗമാകാൻ കഴിയാതിരുന്നത്. അതോടെ രഞ്ജിത്ത് തിരക്കഥ മാറ്റി എഴുതുകയാണ് ഉണ്ടായത്. ഇപ്പോൾ വല്യേട്ടനിൽ കാണുന്ന ക്ലൈമാക്സിലേക്ക് എത്തിയതും അങ്ങനെയാണ്. നരസിംഹത്തിലെ പല ജനപ്രിയ ഫോർമുലകളും വല്യേട്ടനിലും കൊണ്ടുവരുവാൻ ഷാജി കൈലാസും രഞ്ജിത്തും മനഃപൂർവ്വം ശ്രമിച്ചിരുന്നു. നരസിംഹത്തിലെ മോഹൻലാലിന്റെ പോ മോനെ ദിനേശ എന്ന ഡയലോഗിന് പകരം നീ പോടാ ഇട്ടിക്കണ്ടപ്പ എന്നുള്ള മമ്മൂട്ടിയുടെ പഞ്ച് പ്രേക്ഷകർ കയ്യടികളോടെയാണ് സ്വീകരിച്ചിരുന്നത്. സഹോദരങ്ങൾക്ക് എല്ലാ ആശയവും അഭയവുമാകുന്ന ഒരു സഹോദരന്റെ കഥയാണിതെന്നായിരുന്നു രഞ്ജിത്ത് മമ്മൂട്ടിയോട് പറഞ്ഞ വൺ ലൈൻ. സ്നേഹം ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച് പുറമെ പരുക്കൻ ഭാവം പ്രകടിപ്പിക്കുന്ന അറക്കൽ മാധവനുണ്ണിയെ പ്രേക്ഷകർ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു. സിനിമയിലേക്ക് എത്തിയാൽ ശോഭന ഒരിടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിയുടെ നായികയായി എത്തി. സായ് കുമാറിന്റെ പ്രതിനായക വേഷവും ചിത്രത്തിന് മാറ്റുകൂട്ടി. അറക്കൽ മാധവനുണ്ണിക്ക് പോന്ന എതിരാളിയായി ഓരോ ഫ്രെയിമിലും സായ് കുമാർ നിറഞ്ഞു നിന്നു. മമ്മൂട്ടിയുടെ സഹോദരങ്ങളായി സിദ്ദിഖ്, മനോജ് കെ ജെയിൻ, വിജയകുമാർ, സുധീഷ് എന്നിവരും എത്തി. പഞ്ചപാണ്ഡവന്മാരെന്നാണ് ഈ സഹോദര കൂട്ടത്തെ സിനിമയിൽ വിശേഷിപ്പിച്ചതും. പ്രതാപം കൊണ്ടും സമ്പത്തുകൊണ്ടും സമ്പന്നമായ അറക്കൽ തറവാട്ടിൽ അരങ്ങേറുന്ന സംഭവ വികാസങ്ങളാണ് വല്യേട്ടനിലൂടെ പ്രേക്ഷകർ കണ്ടത്. കാലം എത്ര കടന്നാലും എത്ര തവണ കാഴ്ച ആവർത്തിച്ചാലും മാധവനുണ്ണി എന്ന കഥാപാത്രത്തിന് ഏറെ പ്രസക്തിയുണ്ട്. അത് തന്നെയാണ് പ്രേക്ഷകർ ഈ ചിത്രത്തെ നെഞ്ചോട് ചേർക്കുന്നതും. അപ്പോൾ നമുക്ക് തയ്യാറാകാം വല്യേട്ടനെ വരവേൽക്കാൻ.